നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. കോവിഡ് മഹാമാരി നമ്മുടെ ആഘോഷ പരിപാടികളെ താളം തെറ്റിച്ചുവെങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും നാം ഈ മഹാമാരിയെ അതിജീവിച്ച് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്കെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്നും സ്വതന്ത്രമായത്. ഏകദേശം 2 നൂറ്റാണ്ടുകാലം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്ന നമ്മുടെ രാജ്യം ഒരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായി മാറിയത് 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമാണ്. ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, പടപൊരുതിയ, ജീവൻ വരെ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്, മംഗൽ പാണ്ഡെ തുടങ്ങിയ അനേകം നേതാക്കൾ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ കെ കേളപ്പൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അക്കാമ ചെറിയാൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെയൊക്കെ ചരിത്രങ്ങളും ചരിത്ര കഥകളും നാം പല ക്ലാസ്സുകളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടിയത് കൊണ്ട് തന്നെയാണ് നാം ഇന്ന് സ്വതന്ത്രമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠം, ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് പൂർവികർ നമ്മുടെ രാജ്യത്തിന് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം, അതുവഴിയുണ്ടായ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്, ബാധ്യതയാണ്. ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു തലമുറയായി നമുക്ക് മാറേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ കൂടിയാവണം ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാവേണ്ടത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തൊരുമയോടെ ജീവിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കുന്ന ഉത്തമ പൗരന്മാരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ അവരുകളാണ്. അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ നിസാർ വായ്പറമ്പ് അവരുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ വേണ്ടി പ്രത്യേക അതിഥിയായി എത്തിയിട്ടുള്ള റിയർ അഡ്മിറൽ കെ മോഹനൻ അവരുകൾ, അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രതിനിധി ശ്രീമതി പ്രേമസുധ ടീച്ചർ, നന്ദി പറയുന്ന ശ്രീ അരുൺകുമാർ മാസ്റ്റർ, ഈ ചടങ്ങ് വീക്ഷിക്കുന്ന രക്ഷിതാക്കൾ, സഹപ്രവർത്തകർ, മുഴുവൻ കുട്ടികളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അഴീക്കോട് സൗത്ത് UP സ്കൂൾ പ്രധാനാധ്യാപകൻ സാജൻ മാസ്റ്റർ, നമ്മുടെ രാജ്യത്തിൻ്റെ 75ാമത് വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് KC ജിഷ, ഈ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സന്ദേശം നൽകി അനുഗ്രഹിക്കുന്ന നാവിക സേനയിൽ ദീർഘകാലം പ്രവർത്തിച്ച കണ്ണൂരിന്റെ അഭിമാനമായ ശ്രീ മോഹനൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അഴീക്കോട് സൗത്ത് UP സ്കൂൾ ഈ കോവിഡ് മഹാമാരിക്കാലത്തും ഓൺലൈൻ മാധ്യമത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കലാപരിപാടികളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടത്തുന്നു. നമ്മുടെ രാജ്യം അതിൻ്റെ 75ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി
ജീവൻ ത്യജിച്ച, ജീവൻ വെടിഞ്ഞ, ജീവിതത്തിന്റെ സകലതും നഷ്ടപ്പെട്ട നിരവധി പേരുടെ വിയർപ്പിന്റെയും ത്യാഗത്തിന്റെയും ഉൽപ്പന്നമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് നാം തിരിച്ചറിയും. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു മഹാത്ഭുതമാണ്. ഒരു നൂറ്റാണ്ടിലേറെ കാലം നീണ്ടുനിന്ന ത്യാഗസുരഭിലമായ പോരാട്ടമായിരുന്നു നമ്മുടെ പോരാട്ടം. വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു, യുവജനങ്ങൾ അതിൽ പങ്കെടുത്തു, മഹിളകൾ അതിൽ പങ്കെടുത്തു. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽപ്പെട്ട പല കോടി മനുഷ്യരുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ആ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ഝാൻസി റാണി എന്ന വനിതയായിരുന്നു. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീഷ്ണത മഹാത്മജിയിലൂടെയാണ് ലോകമറിയുന്നത്. മഹാത്മജിയുടെ ത്യാഗനിർഭരമായ പോരാട്ട ചരിത്രം ലോകത്തെ തന്നെ ഉത്തേജിപ്പിക്കുന്നുണ്ടായി. ഈ അവസരത്തിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഹിംസാ പ്രസ്ഥാനത്തിലൂടെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ, വ്യക്തി സത്യാഗ്രഹങ്ങളിലൂടെ, ക്വിറ്റ് ഇന്ത്യ പോരാട്ടങ്ങളിലൂടെയെല്ലാം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടം പല പല വഴികളിലൂടെ കടന്നുപോയി. അതിന്റെയൊക്കെ ഒടുവിലായിട്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി തിരിച്ചുപോയി. എത്രയോ രക്തസാക്ഷിത്വങ്ങൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലുണ്ട്. നാം പലപ്പോഴും ഭഗത് സിംഗിനെ കുറിച്ച് നാം അറിയാറുണ്ട്, രാജ്ഗുരുവിനെ കുറിച്ച് നാം അറിയാറുണ്ട്, ഹേമു കലാനിയെ കുറിച്ച് നാം അറിയാറുണ്ട്, സുഖദേവിനെ കുറിച്ച് നാം അറിയാറുണ്ട്, ഉത്തം സിംഗിനെ കുറിച്ച് നാം അറിയാറുണ്ട്, ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ച് നാം അറിയാറുണ്ട്. അങ്ങനെ എത്രയോ അറിയപ്പെടാതെ പോയ എത്രയോ ആളുകൾ പിന്നെയും ബാക്കി. ചരിത്രത്തിൽ വാഗൻ ട്രാജഡിയെ പോലെ, അതുപോലെ ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയിൽ 10,000-കണക്കിന് മനുഷ്യരാണ് വൈദേശികാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പിടഞ്ഞു വീണ മരിച്ചത്. ആ ചോരയിൽ കുതിർന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് നാം തിരിച്ചറിയുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയുടെ മുകളിൽ ആദ്യമായി പതാക ഉയർത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നമ്മുടെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെയും മുറുകെ പിടിക്കാൻ ലോകത്തോട് ഉത്ബോധിപ്പിച്ചു. നാം ഓർമ്മിക്കുക, സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ആ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് നമുക്ക് പോരായ്മ? നമുക്ക് പോരായ്മ ഉണ്ടായിക്കൂടെ? ലോകത്തിന്റെ നിറകയിൽ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടം പല രാജ്യങ്ങൾക്കും മാതൃകയായിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമ്മാനം ലോകത്തിന്റെ ചെറുതും വലുതുമായ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തെ ദീപനാളം പോലെ വഴിതെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം, നമ്മുടെ മതേതരത്വം നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം, നമ്മുടെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. വ്യത്യസ്ത ജാതിയിൽ പിറന്ന്, വ്യത്യസ്ത മതത്തിൽ പിറന്ന്, വ്യത്യസ്ത വേഷങ്ങൾ ധരിച്ച്, വ്യത്യസ്ത ഭാഷ സംസാരിച്ച്, വ്യത്യസ്ത ഭക്ഷണം ഉപയോഗിക്കുന്ന ഭാരതീയൻ എന്നത് നമ്മുടെ എല്ലാം ഒത്തൊരുമിപ്പിക്കുന്ന ഒന്നാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിന്റെ പൈതൃകം. ആ നാനാത്വത്തിൽ ഏകത്വം നമുക്ക് അരക്കെട്ടുറപ്പിക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായും ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് പ്രചോദനമാകുമെന്ന് ഞാൻ ആശിക്കുന്നു. ആ പ്രചോദനം ആശിക്കുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് ഈ കോവിഡ് മഹാമാരി കാലത്ത് ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ കോവിഡ് മഹാമാരി നാം അതിജീവിക്കാൻ ശ്രമിക്കുകയും തീർച്ചയായും ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് സമുചിതമായി ആഘോഷിക്കാൻ കഴിയണം. അഴീക്കോട് സൗത്ത് യു സ്കൂളിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി KC ജിഷ ടീച്ചറോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 15 ആദ്യമായി ഞാൻ എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. രാജ്യം സ്വതന്ത്രമായതിൻ്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ഇന്ന് ആചരിക്കുകയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അഹിംസയിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിന്
നമുക്ക് ഒരുപാട് മധുരമുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ആഗസ്റ്റ് 15. നമ്മുടെ പൂർവികരുടെ ത്യാഗസുരഭിലമായ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തു വെക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഓരോ പൊതു ഇടങ്ങളിലും ഓരോ പൊതുസ്ഥാപനങ്ങളിലും ഉയർന്നു വരുന്ന മൂവർണ്ണക്കൊടി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്, ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാണ്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഓൺലൈനിലൂടെയാണ്. തീർച്ചയായും നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ആകെ വിഴുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് 2ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളിങ്ങനെ ഓൺലൈനായി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ ഒരു അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോയത്. ഈ സമയത്ത് നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ആകെ വളർച്ചയ്ക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും അധ്യാപകരും വിദ്യാലയവും അതുപോലെ PTA-യും ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു കാവലാളായി തന്നെ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത ദിനമായ ഈ ആഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അവരെ നന്ദിയോടെ ഓർക്കാൻ, അവർക്കുള്ള ഏറ്റവും ഒരു സമ്മാനമായി കരുതാൻ അവർ ഭാഷയുടെയോ അതുപോലെ പ്രത്യേകമായ പല പ്രതീകങ്ങളുടെയോ ആവശ്യമില്ല. മറിച്ച് രാജ്യസ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു പൗരന് അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് നീതി പുലർത്തിക്കൊണ്ടും നമ്മുടെ മൊത്തം ഭരണ സംവിധാനത്തോട് നമ്മുടെ ഭരണഘടനയെ ചേർത്ത് നിർത്തിക്കൊണ്ടാവണം എന്നുള്ളതും ഞാൻ ഈ വേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. പൗരാവകാശങ്ങളെയോ മറ്റ് ഭാഷയോ വേഷമോ നമ്മുടെ അവകാശങ്ങളോ ഒന്നും ഹനിക്കപ്പെടേണ്ടതല്ല എന്നും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ടാവണം നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആചരിക്കേണ്ടത് എന്നുള്ളതും കൊണ്ട് നമ്മുടെ കുട്ടികളെ ഒന്നുകൂടി ദേശീയതയും രാജ്യസ്നേഹവും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലൂടെ ഇനി വരുന്ന തലമുറക്കും ഇത് കൈമാറണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഒന്നുകൂടി നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. അഴീക്കോട് സൗത്ത് UP സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായി ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് എന്നെ ഇവിടെ ഹെഡ് മാസ്റ്റർ ക്ഷണിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് നേവിയെ പറ്റിയും INS വിക്രാന്തിനെ പറ്റിയും കുറച്ച് വാക്കുകൾ സംസാരിക്കണമെന്നതാണ്. ഞാൻ പഠിച്ചത് നിങ്ങളെപ്പോലെ തന്നെ ഒരു ഗ്രാമത്തിലുള്ള മലയാളം മീഡിയം സ്കൂളിലാണ്. അതായത് കൂടാളി UP സ്കൂളിലും കൂടാളി ഹൈസ്കൂളിലും. അത് കഴിഞ്ഞ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തതിന് ശേഷം ഞാൻ നേവിയിൽ പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി ചേർന്നു. 1.5 വർഷത്തെ ഫ്ലൈയിങ് ട്രെയിനിങ്ങിന് ശേഷം ഞാൻ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിലെ പൈലറ്റായി നിയമിതനായി. അപ്പോഴാണ് 1971 ഇന്ത്യ പാക് യുദ്ധം വരുന്നത്. അന്ന് ഞാൻ കേവലം 24 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റായിരുന്നു. 35 മണിക്കൂറോളം വിമാനം പറത്തി ആ 14 ദിവസത്തെ യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ 14 ദിവസം കഴിഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയോട് അടിയറ വെച്ച് 94,000-ഓളം പട്ടാളക്കാർ ഇന്ത്യൻ സേനയുടെ മുമ്പിൽ അടിയറവ് വെക്കുകയാണ് ഉണ്ടായത്. ഇത് തന്നെ ഒരു ലോക ചരിത്രമാണ്. ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിനുശേഷം 1994-95 അതേ INS വിക്രാന്തിൻ്റെ ക്യാപ്റ്റനായി എന്നെ ഉയർത്തപ്പെട്ടു. ഞാനാണ് INS വിക്രാന്തിൻ്റെ അവസാനത്തെ ഓപ്പറേഷണൽ ക്യാപ്റ്റൻ. അന്ന് 1995 ഞാൻ പഴയ INS വിക്രാന്ത് ഹാർബറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 26 വർഷം കഴിഞ്ഞ് നാം ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത്
കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച പുതിയ IAC-1 ഇന്ത്യൻ എയർക്രാഫ്റ്റ് കാരിയർ 1 അതും INS വിക്രാന്ത് എന്ന നാമത്തിലാണ് പറയാൻ പോകുന്നത്. അടുത്ത വർഷം അതിൻ്റെ കമ്മീഷനിങ് നടക്കും. ഇതൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയ വസ്തുതകളാണ്. കൂടാതെ 1999 പോഖ്രാൻ എക്സ്പ്ലോഷന് ശേഷം ഇന്ത്യയുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. നമ്മുടെ പ്ലെയിനുകളൊക്കെ നിലത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരെ വന്നു. ആ സമയത്താണ് ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ സംഘടിപ്പിക്കേണ്ടി വന്നത്. അതിനുവേണ്ടി ഇന്ത്യയിൽ തന്നെയുള്ള സാങ്കേതിക കമ്പനികളുമായി യോജിച്ച് നമ്മുടെ നിലത്ത് നിന്ന എല്ലാ പ്ലെയിനിനെയും പറപ്പിച്ച് 64 പ്ലെയിൻ പങ്കെടുത്ത ഒരു ഫ്ലൈ പാസ്റ്റിൽ ഞാനായിരുന്നു അന്നത്തെ ലീഡർ. അന്നത്തെ എൻ്റെ സേവനത്തിനെ ബഹുമാനിച്ച് ഇന്ത്യ ഗവൺമെൻറ്, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, എനിക്ക് അതിവിശിഷ്ട സേവാ മെഡൽ നേടി എന്നെ ആദരിക്കുക കൂടി ചെയ്തു. ഞാൻ വളരെ സന്തോഷമാണ്. നിങ്ങളോട് ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ബിഗിനിങ് എത്ര ഹമ്പിളായാലും നിങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എവിടെയും എത്തിപ്പെടാൻ പറ്റും. എൻ്റെ തന്നെ പേഴ്സണൽ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സാധാരണ ഒരു വില്ലേജിലുള്ള മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് നേവിയുടെ ടോപ്പ് റാങ്കിൻ്റെ 2 താഴെ ഉള്ള റിയർ അഡ്മിറൽ എന്ന സ്ഥാനം വരെ വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ദൃഢനിശ്ചയവും അതിനുള്ള പരിശ്രമവും മാത്രമാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും ഏത് സ്ഥാനം വരെയും പോകാൻ പറ്റുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അതിന് നിങ്ങൾ പ്രാപ്തരാകുക, ശ്രദ്ധ വെച്ച് പഠിച്ച് ജീവിതത്തിൽ ഒരു എയിമുണ്ടാക്കി അതിനു വേണ്ടി കഠിന അധ്വാനം ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ മെസ്സേജ്. ഒന്നുകൂടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. കുട്ടികളെ, ഇന്ന് 2021 ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യദിനം. ഇന്ന് രാജ്യമൊട്ടാകെ ഈ സുദിനം ആചരിക്കപ്പെടുകയാണ്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ദിവസം. 1947 ഈ ദിവസത്തിൽ ഒട്ടനവധി സഹന സമരങ്ങൾക്കും ത്യാഗങ്ങൾക്കും ഒടുവിൽ ഭാരതം സ്വാതന്ത്ര്യം നേടി. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളെ നമുക്ക് ആദരപൂർവ്വം സ്മരിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളാണ് നാളത്തെ പൗരന്മാർ. ഭാരതത്തിന്റെ കാവലാളാവാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കാൻ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഏറ്റവും അടുത്ത ഒരു സന്ദർഭത്തിൽ തന്നെ നമുക്ക് ഒത്തുചേരാം എന്ന പ്രത്യാശയോടെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നിസാർ വായ്പറമ്പ്, സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KC ജിഷ, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ റിട്ടയർഡ് റിയർ അഡ്മിറൽ മോഹൻ സർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, സഹപ്രവർത്തകർ. നമ്മുടെ രാജ്യം
സ്വാതന്ത്ര്യത്തിന്റെ 74ാം വാർഷികം ആഘോഷിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സ്വർണ്ണത്തളികയിൽ വെച്ച് സമ്മാനിച്ചതല്ല ഈ സ്വാതന്ത്ര്യമെന്ന ചരിത്ര വസ്തുത ഓർമ്മിക്കേണ്ട സുദിനമാണ് സ്വാതന്ത്ര്യദിനം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറ ഇന്ന് നമ്മോടൊപ്പമില്ല. നമ്മൾ വിസ്മരിച്ച അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഓൺലൈൻ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ അവർക്ക് വിദ്യാലയത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ റിട്ടയർഡ് റിയർ അഡ്മിറൽ മോഹനൻ സാറിനും സ്കൂളിന്റെ പേരിൽ നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിച്ച PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നിസാർ വായ്പറമ്പ് അവർക്കും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വിദ്യാലയ മാനേജ്മെന്റ് പ്രതിനിധി ശ്രീമതി പ്രേമസുധ ടീച്ചർക്കും വിദ്യാലയത്തിന്റെ പ്രധാനാധ്യാപകൻ ശ്രീ M സാജിൻ മാസ്റ്റർക്കും ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. സർവോപരി സ്നേഹം നിറഞ്ഞ കുട്ടികൾക്കും പ്രിയമുള്ള രക്ഷിതാക്കൾക്കും പ്രിയ സഹപ്രവർത്തകർക്കും നന്ദി പറയുന്നു. ഞാൻ ഋഷഭ്. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഞാൻ പ്രയാഗ്. ഞാൻ വൈഗ. ഞാൻ വേദ. ഞങ്ങൾ അഴീക്കോട് സൗത്ത് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചന്ദ്രനെഴുന്നൊരു മൂവർണ്ണ കൊടി വാനിലുയർന്നു പറക്കുന്നു. കുങ്കുമവും തൂവെള്ളയും അടിയിൽ പച്ചയും ഒന്നായി ചേരുന്നു. നടുവിൽ നീലനിറത്തിൽ ചക്രം വിളങ്ങിയിടുന്നു. ചന്ദ്രത്തിൽ നമ്മുടെ നാടിൻ പതാകയാണിത്. ഭാരതനാടിൻ അഭിമാനം, ഭാരതനാടിൻ അഭിമാനം, ഭാരതനാടിൻ അഭിമാനം. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഭാരതമാണെന്റെ നാട്, അഭിമാനവുമേകുന്ന നാട്. സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്. സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്. ഒരുമയോടെ വാഴും നാട്, പെരുമകൾ ഉള്ളൊരു നാട്. വീരപോരാളി തന്നാട്, ധീര ജവാന്മാർ തന്നാട്. വീരപോരാളി തന്നാട്, ധീര ജവാന്മാർ തന്നാട്. നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്. ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്. ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്. അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്. നന്ദി. ദേശഭക്തി ഗാനം. നമ്മുടെ ഭാരതനാട് എത്ര മനോഹര നാട്. ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്.
പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട്, കാന്തി പിറന്നൊരു നാട്, ശാന്തിയിരുന്നൊരു നാട്, മൂവർണ്ണക്കൊടി പാറി നടക്കും സമുദ്രസുന്ദര നാട്, അഭിമാനികളുടെ നാട്, സ്വാതന്ത്ര്യ ഭാരത നാട്, കൊള്ളക്കാരാം വെള്ളക്കാരെ തുരത്തിവിട്ടൊരു നാട്, നമ്മുടെ ഭാരത നാട്, എത്ര മനോഹര നാട്. താങ്ക് യു. ദേശഭക്തി ഗാനം വൈഷ്ണവ്. ഭാരതമാണെന്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, ഒരുമയോടെ വാഴും നാട്, പെരുമകളുള്ളൊരു നാട്, വീര പോരാളി തന്നാട്, ധീര ജവാന്മാർ തന്നാട്, നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമുള്ളൊരു നാട്, അഭിമാനമുള്ളൊരു നാട്. എൻ്റെ പേര് കൃഷ്ണനായി ഇന്ന് ഇവിടെ പാടാൻ പോകുന്നത് ദേശീയഗാനം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാവില ഉത്കല ബംഗ, വിന്ധ്യ ഹിമാചല ജമുന ഗംഗ, ഉത്തരതല ഗംഗ, बशुमहा हे माहे जाहे तब शुमहा शिशमाहे, दादे तब दे दादा, जन है नमन अधिनायक जय है भारत भाग्य विधाता, जय है जय है जय 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 है. നന്ദി. വന്ദേ മാതരം വന്ദേ മാതരം, സുജലാ സുഫലാ മലയതിശീതളാ, സസ്യശ്യാമളാ മാതരം, വന്ദേ മാതരം വന്ദേ മാതരം, ശുഭ്രജ്യോത്സ്യ പുലകിതയാമിനി, സുഹാസിനി സുമധുര ഭാഷിണി, സുഖതാം വരദാം മാതരം, വന്ദേ മാതരം വന്ദേ മാതരം. ജയ് ഹിന്ദ്. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंग, विंध्य हिमाचल यमुना गंगा, उच्चल जलधि गंगा, तब शुभ नामे जागे तब शुभ आशीष मागे, गादे तब श्रेय जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പാറട്ടെ പാറട്ടെ ത്രിവർണ്ണ പതാക പാറട്ടെ, പാടിയിടാം പാടിയിടാം ജയ ജയ ഗീതികൾ പാടിയിടാം, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രകതൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രകതൂകട്ടെ, ചച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാതി നടന്നിടാം, ഭാരത ശില്പികളെ വരെയും അഭിമാനത്തോടർത്തിയിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം, സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചരിച്ചിടാം, ഉണർവേകുന്ന സ്വപ്നങ്ങൾ ഉഷിരോടൊന്നായി കണ്ടിടാം, വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം, ഒരൊറ്റ ജനതയെ മുന്നേറും ഭാരതമാതയെ സ്നേഹിക്കാം, ഒരൊറ്റ ജനതയെ മുന്നേറാം ഭാരതമാതയെ സ്നേഹിക്കാം.
സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് നമ്മൾ ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെ വർഷങ്ങളോളം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിന്റെ ഫലമായി 1947 ആഗസ്റ്റ് 15-ാം തീയതിയിൽ ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെയും മറ്റ് ധീര ദേശീയാഭിമാനികളെയും നാം ഈ നിമിഷത്തിൽ സ്മരിക്കുക തന്നെ വേണം. ദേശീയ സ്നേഹവും ദേശീയാഭിമാനവും കാത്തു സൂക്ഷിക്കുക എന്നത് കുട്ടികളായ നമ്മുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യാശംസകൾ. ജയ് ഹിന്ദ്. എൻ്റെ പേര് ഭഗത്. മാന്യ സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്ക് ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുകയാണ്. ഓരോ ഭാരതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ് ഇന്ന്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുവരെ ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ധീരദേശാഭിമാനികളെ ഓർക്കാനും ആദരവ് അർപ്പിക്കാനുമുള്ള ദിവസമാണ് സ്വാതന്ത്ര്യദിനം. ഇന്ത്യൻ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചുമാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് വേണം കുട്ടികൾ വളരാൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. എൻ്റെ പേര് ഷിഫ ഫാത്തിമ. ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 2021 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം തികയുന്നു. ആ നല്ല ദിവസത്തിന്റെ ഓർമ്മയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പണ്ട് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന ചെറിയ നാട്ടുരാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. അന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കപ്പലോടിച്ച് കുറച്ച് ജനങ്ങൾ വന്നു. അവർ കച്ചവടത്തിനായിരുന്നു നമ്മുടെ ഇന്ത്യയിലെത്തിയത്. അതാരാണെന്നറിയാമോ? ബ്രിട്ടീഷുകാർ. നമ്മുടെ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ അവരെ 2 കൈയിൽ നീട്ടി സ്വീകരിച്ചു. പക്ഷെ അവരോ നമ്മുടെ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ തമ്മിൽ തല്ലിച്ച് അടിമകളാക്കി. അങ്ങനെയാണ് ഗാന്ധിജിയും മറ്റ് മഹാത്മാരും ചേർത്ത് അവർക്കെതിരെ സമരം ചെയ്ത് ആ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിച്ചത്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോൾ വിജയത്തിന്റെ പാതയിലാണ് നമ്മുടെ ഇന്ത്യ. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പൊരുതിയ മഹാത്മാരെ നമുക്ക് ഓർക്കാം. ഇന്ത്യക്ക് വേണ്ടി പൊരുതുന്ന നല്ല കുട്ടികളായി നമുക്ക് മാറാം എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ദേശഭക്തി ഗാനം. ഭാരതമാണെന്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, ഒരുമയോടെ വാഴും നാട്, പെരുമകളുള്ളൊരു നാട്, വീരപോരാളി തന്നാട്, ധീരജവാന്മാർ തന്നാട്, വീരപോരാളി തന്നാട്, ധീരജവാന്മാർ തന്നാട്, നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്. നന്ദി, നമസ്കാരം. ശ്രേയ പൊയിൽ. മാന്യസദസ്സിനെ വന്ദനം. എൻ്റെ പേര് അനുരഞ്ജ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നൂറ്റാണ്ടുകൾ നീണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായത്. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് 15 മറക്കാനാകാത്ത ഒരു പുണ്യദിനമാണ്. സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ ചിത്രമാണ് ഏവരുടെയും മനസ്സിൽ ഓടിയെത്തുക. ഗാന്ധിജിയോടൊപ്പം ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്,
ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖല, ഭഗത് സിംഗ്, അങ്ങനെ എത്രയെത്ര ധീര സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമുക്കുള്ളത്. അവരുടെ സത്യാഗ്രഹം, അഹിംസ എന്നീ അക്രമരഹിത സമരങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തി ദേശീയ ഗാനം ആലപിച്ചു ജാതിമതഭേദമില്ലാതെ രാജ്യമൊട്ടാകെ ആഘോഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ചവരെ ഈ അവസരത്തിൽ നിന്നും അനുസ്മരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും പ്രണാമം അർപ്പിക്കാം. ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എൻ്റെ പേര് ഹരിനന്ദ. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു ദേശഭക്തി ഗാനമാണ്. ഇതെൻ്റെ രാജ്യം, ഇതെൻ്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇതെൻ്റെ രാജ്യം, ഇതെൻ്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഈ ദേശ ഹമാരാ, ചാന്ദ് സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനരും തോളു ചേർന്ന വിരമിച്ച നാടിതൊന്നു ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനരും തോളു ചേർന്ന വിരമിച്ച നാടിതൊന്നു ഭാരതം. ഈ ദേശ ഹമാരാ, ചാന്ദ് സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. പിച്ച വച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മതം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാക്കുവാൻ. പിച്ച വച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, മതം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാക്കുവാൻ. കഴിയവില്ല ഞങ്ങളിൽ മതേതരത്വരക്തം, പിടഞ്ഞു വീണു ചാകിലും മനസ്സകന്നു മാത്രമ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വരക്തമ, പിടഞ്ഞു വീണു ചാകിലും മനസ്സകന്നു മാത്രമ. ഈ ദേശ ഹമാരാ, ചാന്ദ് സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. വിഷം വിതച്ചു കലുഷമാക്കും ദൃഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാറിലാക്കി പൂമണം പരത്തണം. വിഷം വിതച്ചു കലുഷമാക്കും ദൃഷ്ടരെ തുരത്തണം, കൂട്ടുചേർന്നു പാറിലാക്കി പൂമണം പരത്തണം. കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം, മൂകതർ വിടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. കരം പിടിച്ചു ചേർന്നു നിന്നു നാടിനെ നയിക്കണം, മൂകതർ വിടിഞ്ഞു നമ്മളൊന്നു ചേർന്നു പാടണം. ഈ ദേശ ഹമാരാ, ചാന്ദ് സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഈ ദേശ ഹമാരാ, ചാന്ദ് സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. നന്ദി. Hi, it's of Independence Day. Good morning to all my Indian parents and dear friends. I am Hannah Ishan. I am in 4th standard. Today we all gather here to celebrate our Independence Day. Independence means the state of being free and not controlled by another place or country. India got independence on 15 August 1947 from British rule. We got independence with the help
respected principal, teachers, parents, and my dear friends, I am Riza Fatima. First of all, I wish you a very happy Independence Day. Today, I would like to say a few words about Independence Day. We celebrate Independence Day every year on 15th August. We should remember our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Subhash Chandra Bose, and others. We got Independence Day on 15th August 1947 from British, who ruled our country for around 200 years. We should celebrate this day with great spirit. On this great occasion, we hoist our national flag and sing national anthem. Thanks. Jai Hind, Jai Bharat. Good morning, everyone. Respected principal, teachers, parents, and all my dear friends. At first, I would like to wish you Happy Independence Day. Today we celebrate 75th Independence Day. It is a big day for Indian citizens. India became independent on 15th August 1947 from British rule. On this day, we should remember our great leaders. We hoist national flag on this day. Everybody sings the national anthem. Independence Day is the celebration of our freedom. It is celebrated with full joy. We should proud to be an Indian. Jai Hind. Respected principal, teachers, parents, and all my dear friends. First, I will wish you a happy Independence Day to you all. Every year we will celebrate Independence Day on 15th August. This year we will celebrating 75th Independence Day. In this great occasion, we host our national flag and sing a national anthem. We should remember our great freedom fighters. We should respect our nation. I am proud to be an Indian. Jai Hind. नमस्कार आदरणीय प्रधान अध्यापक शिक्षकगण और प्रिय साथियों, आप सबको स्वतंत्रता दिवस की हार्दिक शुभकामनाएं। जैसे कि हम सब जानते हैं, 15 अगस्त 1947 को भारत को पूर्ण रूप से आज़ादी मिली। लेकिन इस आज़ादी के लिए भारतीय स्वतंत्रता सेनानी मंगल पांडे, महात्मा गांधी, भगत सिंह, सुभाष चंद्र बोस, सरदार वल्लभ भाई पटेल समेत कई नेताओं और देशवासियों ने बलिदान दिया। 15 अगस्त यानी भारतीय स्वतंत्रता दिवस इस वर्ष भारत 75वां स्वतंत्रता दिवस मन रहा है। स्वतंत्रता दिवस हमारे लिए बहुत महत्वपूर्ण है। यह एकमात्र दिन है जब हम अपने शहीदों को याद करता है। इस पुण्यतिथि में सबको स्वतंत्रता दिन की शुभकामनाएं देती हुई मैं अपना छोटा सा भाषण समाप्त करती हूँ। जय हिंद। ഹായ്, എൻ്റെ പേര് സദർശ് വി കെ. ഞാൻ ഇന്ന് സ്വാതന്ത്ര്യ പരിപാടിയിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയായ ദേശഭക്തി ഗാനമാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരത ഭൂമി, ജയ ജയ
ബാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സത്യത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി സത്യത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി പാവനഭൂമി ഭാരതഭൂമി പാവനഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി സംഗീത നൃദൂത വത്സല രംഗഭൂമി ബാസുരഭൂമി ഭാരതഭൂമി ബാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി താങ്ക്സ്. Good morning, respected teachers and all my dear friends. Today I am going to speak on Independence Day. Independence Day is the important day in the history of India. It is celebrated on 15th August every year with great joy. On this day, in 1947, India became free from the British rule. It is our national festival and a national holiday. On this day, the Prime Minister hoists the national flag and the Minister hoists the national flag at the Red Fort in Delhi. The India Army, Navy and Air Forces comprise the parade at Red Fort. In every state, Chief Minister of that state hoists the flag. On this day, people remember the sacrifices of our great freedom fighters. Everywhere, the national flag is hoisted and national anthem Jana Gana Mana is sung. In schools and colleges, many culture activities like dance, music, sports, takes places and sweets are distributed. I love my country very much and I am proud of to be an India. Jai Hind. Hello everyone, I am Janvi. First of all, I wish you a very happy Independence Day. I feel great pride to present this speech. Today is a historical day in the history of our country. On this day, 15th August 1947, we got independence from the British. This day reminds us of our true worth and importance as a freedom-loving brave nation. The freedom that we are enjoying today is the result of decades long struggles made by our forefathers and our great leaders. Gandhiji was a great Indian figure who gave Indians a great lesson in non-violence. Great freedom fighters like Mahatma Gandhi, Bhagat Singh, Subhash Chandra Bose, Lal Lajpat Rai Rani, Lakshmi Bai, Bala Gangadhar Tilak, Chandrasekhar Azad, Sardar Vallabhbhai Patel, Pandit Nehru, and many others devoted their entire life for freedom of our country. After the independence, Pandit Jawaharlal Nehru was chosen as first Prime Minister of India. Their sacrifice can never be forgotten. Today we are living in a free India. Because of their sacrifice, we feel proud to be part of the large democratic country in the world, where the power is in the hand of the common man. On this day, Prime Minister of India hoists the national flag at the Red Fort in Delhi and addressed the nation by a speech. The colors of our flag represent different things. Saffron signifies courage and sacrifice. White signifies peace and truth. Green signifies faith and chivalry. Friends,
we all know that no nation is perfect. So, it is our responsibility to signally perform our duty and progress together for the growth and development of our country. It is our duty to stand up to this expansion and fulfill the dreams of development successful country with peace and harmony. നമസ്കാരം. ഞാനിന്ന് ചൊല്ലാൻ പോകുന്നത് ഒരു ദേശഭക്തി ഗാനമാണ്. അമരമാക്കണം എന്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാകണം, എവിടെയും ജനജീവിതം. അരുത് അനീതികൾ ആർത്തറിയരുത്, ദുഃഖമൊരൽപ്പവും വിശ്വശാന്തി വളർത്തു വന്നവൾ ശക്തിശാലിനിയാകണം. അമരമാണെന്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാകണം, എവിടെയും ജനജീവിതം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വർഷങ്ങളോളം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്താനായി ഒരുപാട് ദേശാഭിമാനികൾ നമ്മളെ സഹായിച്ചു. സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ ദേശാഭിമാനികളെയും നമുക്ക് ഓർക്കാം. ദേശസ്നേഹവും ദേശാഭിമാനവും കാത്തു സൂക്ഷിക്കുക എന്നത് കുട്ടികളുടെയും കടമ തന്നെയാണ് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയരും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനമാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച ധീര നേതാക്കൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ മഹത്തായ ദിനത്തിൽ നമ്മൾ ദേശീയപതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ഭാരതീയരുടെ ദേശസ്നേഹവും സ്വാതന്ത്ര്യബോധവും നിറഞ്ഞു നിന്ന നാടുകളെയായിരുന്നു സ്വാതന്ത്ര്യ സമര നാടുകൾ. ജന്മനാടിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ധീരരായ ദേശസ്നേഹികൾ മുന്നിട്ടിറങ്ങി. ഗാന്ധിജി, ചാച്ചാജി, നേതാജി, ഭഗത് സിംഗ് തുടങ്ങിയവർ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അങ്ങനെ ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം. ഭാരതീയരായ നമ്മളൊക്കെ അഭിമാനം കൊണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ അവസരത്തിൽ മഹാകവി വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ വരികളാണ് എൻ്റെ ഓർമ്മയിലെത്തുന്നത്. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു നരമ്പുകളിൽ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അനിർദ്ദേശമായ നേതൃത്വത്തിൽ നാം ഭാരതീയർ നേടിയെടുത്തതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനായി സമരമുഖത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയോട് ധീരമായി പോരാടി ജീവൻ അർപ്പിച്ച പുണ്യാത്മാക്കളുടെ ത്യാഗസ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം ഞാൻ നമ്മുടെ ശീർഷമാകുന്നു. ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭാരതം സ്വതന്ത്രമായത് സമാനതകളില്ലാതെ ആഹ്ലാദത്തിന്റെ രാത്രിയായിരുന്നു അത്. 200 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു നമ്മുടെ നാട്. ഭാരതം കാത്തിരുന്ന ഒന്നായിരുന്നു 1947 ആഗസ്റ്റ് 15 പൊൻപുലരി. ഭാരതീയ മനസ്സുകളിൽ നിറഞ്ഞു തുളുമ്പിയ ദേശസ്നേഹത്തിന്റെ നീർത്തുള്ളികൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ഓരോ ഭാരതീയനും കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. സ്വാതന്ത്ര്യമാണ് അമൃതം.
നരേന്ദ്രം മരണത്തേക്കാൾ ഭയാനകവുമാണ് എന്ന സന്ദേശം നമ്മെ കർമ്മധീരരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് ആഹ്ലാദിക്കാം. ജയ് ഭാരത്. ദേശഭക്തി ഗാനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാൻ. ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാൻ. ജയ 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 ദേശം, ജയ 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 ഭാരതം. ശാന്തി മന്ത്രമായി ഹിന്ദുവും, മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും, മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമോദി മുസൽമാനും. ഒരു നറുമളരിതളു പോലെ മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങിടാം. വിവിധ ഭാഷവേഷത്തിൻ കീർത്തിയാർന്നതാണേ ജയ 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 ജനനി. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ ഗാന്ധി മാർഗം അഹിംസയെ മനം ചേർത്തു വച്ചൊരീ ഇന്ത്യയിൽ, മഹാത്മാക്കളേകിയ സംസ്കാരം. ഗാന്ധി മാർഗം അഹിംസയിൽ മനം ചേർത്തു വച്ചൊരീ ഇന്ത്യയിൽ, മഹാത്മാക്കളേകിയ സംസ്കാരം. പലതര ദുരയാണോ ഇങ്ങു വികലമാകുമ്പോൾ, സർവസദാചാരവും ഇവിടെ മൺമറയുന്നു. ഇവിടെ വർണ്ണവർക്കവൻ മതിലു തീർത്തതാര്, ഇനി ഉണരുക ജനതേ. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ, ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ നന്ദി. വന്ദരായ ഗുരുജനങ്ങളെ, പ്രിയ സഹപാഠികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരന്മാരായ പൂർവികരെ അനുസ്മരിക്കാനുള്ളതാണ്. 1857 മംഗൾ പാണ്ഡെ എന്ന ധീരയോദ്ധാവ് തുടങ്ങിവെച്ച സ്വാതന്ത്ര്യ സമരം 1947 ആഗസ്റ്റ് 15 ഗാന്ധിജിയിലൂടെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കാലയളവിൽ ധാരാളം ധീരദേശാഭിമാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതിനാൽ നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ അതിന്റെ ഭദ്രതയോടെ കാത്തുസൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നിരിക്കുന്നു.
സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി ഇന്ത്യ മറ്റ് വികസിത രാജ്യങ്ങൾക്കൊപ്പം വളർന്നിരിക്കുന്നു. എന്നാൽ തികഞ്ഞ ജനാധിപത്യ രാജ്യമെന്ന് അഹങ്കരിക്കുന്ന ഇന്ത്യ ഇന്ന് ഏകാധിപത്യത്തിലേക്ക് വഴിതിരിക്കുന്നു. ഇന്റർനെറ്റിന് മുകളിലുള്ള നിയന്ത്രണവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമെല്ലാം ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ന് ഏകത്വമുണ്ടോ? ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങൾ തമ്മിൽ തല്ലുന്നു. ഇതൊന്നും കാണാൻ ഞങ്ങൾ അധികം പിന്നിലേക്ക് പോകേണ്ടതില്ല. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന കലാപം തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഒരേ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ജനാധിപത്യത്തെ തകർക്കാൻ നോക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഒരു നിശബ്ദ ഭാരതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. ദേശഭക്തി ഗാനം. ഭാരതമാണെന്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, ഒരുമയോടെ വാഴും നാട്, പെരുമകളുള്ളൊരു നാട്, വീരപോരാളി തൻ നാട്, ധീരജവാന്മാർ തൻ നാട്, വീരപോരാളി തൻ നാട്, ധീരജവാന്മാർ തൻ നാട്, നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരു നീ വേളയിൽ, പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ, ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരു നീ വേളയിൽ, ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാൻ, ജയ കിസാനോ ജയ ജവാനോ, ജയ കിസാനോ ജയ ജവാൻ. ജയ 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 ദേശം, ജയ 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 ഭാരതം. ശാന്തി മന്ത്രമായി ഹിന്ദുവും, മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമൂർത്തി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും, മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും, സമാധാനമൂർത്തി മുസൽമാനും. ഒരു നറുമലരുകൾ പോലെ മനസ്സു ചേർത്തു നാം, ഭാരതമാതാവിൻ മടിയിൽ ചാനുറങ്ങിടാൻ. ഇവിടെ ഭാഷവേഷത്തിൻ കീർത്തിയാർന്നതാരേ, ജയ 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 ജനനി. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹാന്തിമാർഗം ഹൈംസയിൽ മനം ചേർത്തു വച്ചൊരീ ഇന്ത്യയിൽ മഹാ
ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയഭാരതാംബയ്ക്കു വന്ദനം. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യദിന പ്രസംഗം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങളെ പൊട്ടിച്ചേർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അമൃതം നുകർന്ന മഹത്തായ സുദിനം. ആഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമാണ്. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള പൂർവ്വ സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും ആ സ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവയ്ക്കുന്നത് പാരതന്ത്ര്യ മാനികൾക്കും വിധിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 ഓഗസ്റ്റ് 47 നിന്നും 2021 ഇന്ത്യയേറെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നിവയിലെല്ലാം ഇന്ത്യ മുന്നേറുന്നു. ചന്ദ്രയാനും മംഗൾയാനും എല്ലാം അവയുടെ നേർക്കാഴ്ചകളാണ്. അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യ തട്ടകത്തിൽ ചുവടുന്ന് ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യമായിരുന്നില്ല. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അടിസ്ഥാനമാക്കിയത്. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരന്മാരാണെന്ന് 1000 വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം യഥാർത്ഥ ഇന്ത്യക്കാരാകില്ല. ദേശീയഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ച് മന്ത്രധ്വനികളായി മാറണം. നമുക്ക് നല്ല മനുഷ്യരാകാം. കവി പറയും പോലെ ആന്റെയ്ക്കൊരിക്കലും ആഗസ്റ്റ് 15 അരുമയായി നുണയേണ്ട മധുരമോ ഭാരതം അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.